substitution in triple integrals. നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ ചേഞ്ച് ഓഫ് വേരിയബിൾസ് ജക്കോബിയൻ ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 3 ഫങ്ഷൻസ് എടുക്കുകയാണ്. എഫ് ജി എച്ച് എന്ന് പറഞ്ഞ 3 ഫങ്ഷൻസ്. ഇഫ് എഫ് ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് and j of u v w is 0 only at isolated points, if at all, then triple integral over d f of x y z dv equal to triple integral over e g of u v w into mod j of u v w into dv dash, where g of u v w equal to capital F of u v w comma g of u v w comma h of u v w. The symbol dv dash represent du dv dw in some order, and the factor j of u v w known as the Jacobian of the coordinate transformation and is defined by Jacobian enana j of u v w equal to rho of x y z divided by rho of u v w, which is equal to dou x by dou u, dou x by dou v, dou x by dou w, dou y by dou u, dou y by dou v, dou y by dou w, dou z by dou u, dou z by dou v, dou z by dou w. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മുടെ ജക്കോബിയൻ എന്ന് പറയുന്നത്. നമ്മൾ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഡി എന്ന് പറഞ്ഞ റീജിയനിലാണ്. അപ്പോൾ ഇവിടെ വാല്യൂറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ജക്കോബിയൻ എന്ന് പറയുന്നത് പിന്നെ എന്താ, ഇതാണ് ഒരു 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് വരിക. പിന്നെ അതുപോലെ ഡി വി ഡാഷ് എന്ന് പറയുന്നത് എന്താ, ഡി യു ഡി വി ഡി ഡബ്ല്യു. അപ്പോൾ എഫ് ജി എച്ച് എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ്റെ കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അതുപോലെ ജെ എന്ന് പറയുന്നത് ജക്കോബിയൻ ആണ്. അത് ഐസൊലേറ്റഡ് പോയിന്റിൽ 0 ആയിരിക്കും. ജക്കോബിയൻ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് പോയിന്റുകളിൽ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ട്രിപ്പിൾ ഇൻ്റഗ്രലിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഓർത്തിരിക്കേണ്ടത്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഇ ജി ഓഫ് യു വി ഡബ്ല്യു മോഡ് ജെ ഓഫ് യു വി ഡബ്ല്യു ഡി വി ഡാഷ്. ഡബിൾ ഇൻ്റഗ്രൽ അതേ കേസ് തന്നെ നമുക്ക് കുറച്ച് റിമാർക്കുകൾ നോക്കാം. ഇതിൻ്റെ അതേ പോളാർ കോർഡിനേറ്റിലേക്കും മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിനുശേഷം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻസ് നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രലിലെ കേസിലായതുകൊണ്ട് നമുക്കിവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് മാത്രമല്ല, നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് മാത്രമല്ല സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സും സ്ഫെറിക്കൽ കോർഡിനേറ്റ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഈ ജക്കോബിയനെ എങ്ങനെ മാറ്റും നോക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ പറയുന്നത്. ഫോർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആർ തീറ്റ ആൻഡ് സെഡ്, ഇതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് വരുന്നത്. ടേക്ക് ദ പ്ലേസ് ഓഫ് യു വി ആൻഡ് ഡബ്ല്യു. ദ ട്രാൻസ്ഫർമേഷൻ ഫ്രം കാർട്ടീഷ്യൻ ആർ തീറ്റ z space to Cartesian xyz space is given by ഇവിടെ നമ്മൾ സിലിണ്ടറിക്കലാണ് is given by the equations x equal to r cos theta, y equal to r sin theta, z equal to z. അപ്പോൾ ഈ ആർ തീറ്റ സെഡിൽ നിന്ന് നമുക്ക് കാർട്ടീഷ്യനിലേക്ക്, ഇത് സിലിണ്ടറിക്കലാണ് കേട്ടോ, സിലിണ്ടറിക്കൽ ആർ തീറ്റ സെഡ് സ്പേസ് ടു കാർട്ടീഷ്യൻ എക്സ് വൈ സെഡ് സ്പേസ്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്, വൈ എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയാണ്, സെഡ് എന്ന് പറയുന്നത് സെഡ് തന്നെ. അപ്പോൾ അത് നമ്മൾ ജക്കോബിയൻ്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ജക്കോബിയൻ ഓഫ് ആർ തീറ്റ സെഡ് എന്ന് പറയുന്നത് എന്ത് വരും, റോ ഓഫ് എക്സ് വൈ സെഡ് ബൈ റോ ഓഫ് ആർ തീറ്റ സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ ആർ, ഡോ എക്സ് ബൈ ഡോ തീറ്റ, ഡോ എക്സ് ബൈ ഡോ ഇസെഡ്, ഡോ വൈ ബൈ ഡോ ആർ, ഡോ വൈ ബൈ ഡോ തീറ്റ, ഡോ വൈ ബൈ ഡോ ഇസെഡ്, ഡോ ഇസെഡ് ബൈ ഡോ ആർ, ഡോ ഇസെഡ് ബൈ ഡോ തീറ്റ, ഡോ ഇസെഡ് ബൈ ഡോ ഇസെഡ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് നോക്കുക. വിത്ത് റെസ്പെക്ട് ടു ആർ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് തീറ്റ, ഇനി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് ആർ സൈൻ തീറ്റ,
വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണെങ്കിൽ 0. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷ്യേറ്റ് ചെയ്ത സൈൻ തീറ്റ, വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്ത കോസ് തീറ്റ, വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണെങ്കിൽ 0. അപ്പോൾ ഇനി അടുത്തത് സെഡിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുമ്പോൾ 0, വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ 0, വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ 1. പിന്നെ ഈ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് രണ്ടും 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ആകെ ഈ ഒരു വാല്യൂ വരുള്ളൂ. എന്ത് വരും? ആർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ മാത്രമേ വരുള്ളൂ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 വരും. അപ്പോൾ നമുക്ക് 6 തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ട്രിപ്പിൾ ഇൻ്റഗ്രലിനുള്ള ഇക്വേഷൻ എഴുതാലോ. Therefore, triple integral over d f of x, y, z, dx, dy, dz equal to triple integral over a g of r theta z into mod r dr d theta dz. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാവുമ്പോൾ ഇക്വേഷൻ ഇതാണ്. ഇത് ഇനി അടുത്തത് നമുക്ക് സ്ഫെരിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇനി അടുത്ത റിമാർക്ക് എന്ന് പറയുന്നത് സ്ഫെരിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ജക്കോബിയൻ എങ്ങനെ കണ്ടുപിടിക്കും, അതുപോലെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോർ സ്ഫെരിക്കൽ കോർഡിനേറ്റ്സ് അതിൽ കോർഡിനേറ്റുകൾ ഏതൊക്കെയാണ്? റോ, ഫൈ ആൻഡ് തീറ്റയാണ് അല്ലേ. ഫോർ സ്ഫെരിക്കൽ കോർഡിനേറ്റ്സ് റോ, ഫൈ ആൻഡ് തീറ്റ ടേക്ക് പ്ലേസ് ഓഫ് യു, വി ആൻഡ് ഡബ്ല്യു. ദ ട്രാൻസ്ഫർമേഷൻ ഫ്രം കാർട്ടീഷ്യൻ റോ, ഫൈ, തീറ്റ സ്പേസ് ടു കാർട്ടീഷ്യൻ എക്സ്, വൈ, സെഡ് സ്പേസ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻസ്. നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് എന്ന് പറയുന്നത് റോ സൈൻ ഫൈ കോസ് തീറ്റയാണ്, വൈ എന്ന് പറയുന്നത് റോ സൈൻ ഫൈ സൈൻ തീറ്റയാണ്, സെഡ് എന്ന് പറയുന്നത് റോ കോസ് ഫൈ. ദെൻ ദ ജക്കോബിയൻ ഓഫ് ദ ട്രാൻസ്ഫർമേഷൻ ഈസ്, ജക്കോബിയൻ എന്ന് പറയുന്നത് ജക്കോബിയൻ ഓഫ് റോ ഫൈ തീറ്റ ഈക്വൽ ടു റോ ഓഫ് എക്സ് വൈ സെഡ് ബൈ റോ ഓഫ് റോ കോസ് തീറ്റ കോസ് റോ ഫൈ തീറ്റ ഡോ ഓഫ് ഡോയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? ഡോ എക്സ് ബൈ ഡോ റോ, ഡോ എക്സ് ബൈ ഡോ ഫൈ, ഡോ എക്സ് ബൈ ഡോ തീറ്റ, ഡോ വൈ ബൈ ഡോ റോ, ഡോ വൈ ബൈ ഡോ തീറ്റ, ഡോ വൈ ബൈ ഡോ ഫൈ, ഡോ വൈ ബൈ ഡോ തീറ്റ, ഡോ ഇസെഡ് ബൈ ഡോ റോ, ഡോ ഇസെഡ് ബൈ ഡോ ഫൈ, ഡോ ഇസെഡ് ബൈ ഡോ തീറ്റ. അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു റോ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും? വിത്ത് റെസ്പെക്ട് ടു റോ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഫൈ കോസ് തീറ്റ കിട്ടും. വിത്ത് റെസ്പെക്ട് ടു ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റോ കോസ് ഫൈ കോസ് തീറ്റ കിട്ടും. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുന്നതെങ്കിൽ മൈനസ് റോ സൈൻ ഫൈ വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റേൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് സൈൻ ഫൈ. ഇനി അടുത്തത് വൈനെ വിത്ത് റെസ്പെക്ട് ടു റോ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഫൈ സൈൻ തീറ്റ. വിത്ത് റെസ്പെക്ട് ടു ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റോ കോസ് ഫൈ സൈൻ തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുന്നതെങ്കിൽ റോ സൈൻ ഫൈ കോസ് തീറ്റ. അടുത്തത് സെഡിനെ വിത്ത് റെസ്പെക്ട് ടു റോ ചെയ്യുമ്പോൾ കോസ് ഫൈ, വിത്ത് റെസ്പെക്ട് ടു ഫൈ ചെയ്യുമ്പോൾ മൈനസ് റോ സൈൻ ഫൈ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുന്നതെങ്കിൽ തീറ്റയുടെ ടൈം ഇല്ല, അതുകൊണ്ട് 0 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടും. ആ വാല്യൂ മാത്രം ഞാൻ എഴുതാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആ വാല്യൂ അത് തന്നെയല്ലേ കിട്ടുന്നത്. ഞാനിപ്പോൾ ഡിറ്റർമിനൻ്റ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുന്നില്ല. അപ്പോൾ വാല്യൂ കിട്ടുന്നത് ഇതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ ഫൈ. ഇതാണ് നമ്മുടെ വാല്യൂ. ഇനി ട്രിപ്പിൾ ഇൻ്റഗ്രൽ എങ്ങനെ ഇതിൽ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. ബാക്കിയുള്ളതൊക്കെ ക്യാൻസലായി. അതുപോലെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആയിട്ട് അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടും. ദെർഫോർ
ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഇ റോ ഫൈ തീറ്റ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ ഫൈ എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് നമുക്കിവിടെ അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുകയുള്ളൂ. റോ സ്ക്വയർ സൈൻ ഫൈ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുകയുള്ളൂ. അപ്പോൾ കാരണം സൈൻ ഫൈ ഒരിക്കലും നെഗറ്റീവ് വരില്ലാത്തതുകൊണ്ട്. അതാണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ എളുപ്പം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഫങ്ഷൻ ഒന്ന് മാറ്റി എഴുതുന്നത് നല്ലതായിരിക്കും. എഫ് ഓഫ് നമ്മൾ ഫങ്ഷൻ എന്തായിട്ടാണ് എടുത്തത്? ജി ആയിട്ടാണ്. ഇവിടെ ആ ഫങ്ഷൻ എഴുതിയാൽ മതി. എഫിന് പകരം ജിയോ ഏതെങ്കിലും ഒരു ഫങ്ഷൻ എഴുതിയത്. ജി ആണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. ജി ഓഫ് റോ ഫൈ തീറ്റ. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ എലിപ്സോയിഡ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ നമ്മൾ അതിൽ ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. നിങ്ങൾ ഞാൻ പറയുന്നത് നോട്ട് ചെയ്യണം. ഇവിടെ എന്ന് പറയുന്നത് ഈ എലിപ്സോയിഡിനെ നമ്മൾ ഡി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ലെറ്റ് ഡി ഡിനോട്ട് എ സോളിഡ് ബൗണ്ടഡ് ബൈ ദ ഗിവൺ എലിപ്സോയിഡ്. ഡി എന്ന് ഡിനോട്ട് ചെയ്യും. ലെറ്റ് ഡി ഡിനോട്ട് എ സോളിഡ് ബൗണ്ടഡ് ബൈ ദ ഗിവൺ എലിപ്സോയിഡ്. Then volume of the ellipsoid. Volume of the ellipsoid എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഓൾറെഡി അറിയാം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി ആയിരിക്കും. വോളിയം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൺസിഡർ ദ ട്രാൻസ്ഫർമേഷൻ. നമ്മൾ ഇതിനെ ഒരു ട്രാൻസ്ഫർമേഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാം. യു ഈക്വൽ ടു എക്സ് ബൈ എ കൊടുത്തു. കൺസിഡർ ദ ട്രാൻസ്ഫർമേഷൻ യു ഈക്വൽ ടു എക്സ് ബൈ എ, ബി ഈക്വൽ ടു വൈ ബൈ ബി ആൻഡ് ഡബ്ല്യു ഈക്വൽ ടു സെഡ് ബൈ സി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത 3 ഇക്വേഷൻസ് കിട്ടും. എക്സും വൈയും സെഡും ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ദെൻ എക്സ് ഈക്വൽ ടു എ യു, y equal to BV, z equal to CW. Then the Jacobian of this transformation എന്ന് പറയുന്നത് വരും J of UVW എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്കപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. which is equal to rho of xyz by rho of UVW ആണ്. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ യു അല്ലേ. ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു, ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ ഡബ്ല്യു, ഡോ ഇസഡ് ബൈ ഡോ യു, ഡോ ഇസഡ് ബൈ ഡോ വി, ഡോ ഇസഡ് ബൈ ഡോ ഡബ്ല്യു. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് കാണാനായിട്ട് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഡോ എക്സ് ബൈ ഡോ യു എന്താ? ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറയുന്നത് എ കിട്ടും. ഡോ എക്സ് ബൈ ഡോ വി 0, ഡോ എക്സ് ബൈ ഡോ ഡബ്ല്യു 0, ഡോ വൈ ബൈ ഡോ യു എന്ന് പറയുന്നത് 0, ഡോ വൈ ബൈ ഡോ വി എന്ന് പറയുന്നത് ബി കിട്ടും. അടുത്തത് 0. ഡോ ഇസഡ് ബൈ ഡോ യു എന്ന് പറയുന്നത് 0 കിട്ടും. ഇത് 0. അടുത്തത് സി. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് കിട്ടും എ ബി സി. അപ്പോൾ ജക്കോബിയൻ എന്ന് പറയുന്നത് എ ബി സി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജക്കോബിയൻ ഇവാലുവേറ്റ് ചെയ്യും. ഇനി അണ്ടർ ദിസ് ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതാലോ.
അപ്പോൾ നമുക്ക് എക്സ് ബൈ എ എന്ന് പറയുന്നത് യു ആണ്, വൈ ബൈ എ എന്ന് പറയുന്നത് ബി ആണ്, വൈ ബൈ ബി എന്ന് പറയുന്നത് ബി ആണ്, അതുപോലെ സെഡ് ബൈ സി എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. അപ്പോൾ അണ്ടർ ദ എബോവ് ട്രാൻസ്ഫർമേഷൻ ദ എലിപ്സോയിഡ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വരും? ആ ഇക്വേഷൻ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? അപ്പോൾ നമ്മൾ ഇക്വേഷൻ മാറ്റിയിട്ട് under the above transformation of the ellipsoid x square by a square plus y square by b square plus z square by c square equal to 1 in the x y z space transformation into ഇതിന് പകരം u കൊടുക്കുക, u square plus v square plus w square equal to 1 which is a sphere. ഇതൊരു സ്ഫിയർ ആണല്ലോ, which is a sphere with center origin and radius 1. സെൻറ്റർ ഒറിജിനും റേഡിയസ് 1 ആയിട്ടുള്ളൊരു സ്ഫിയർ ആണ് ഇൻ ദ യു വി ഡബ്ല്യു സ്പേസ്. അപ്പോൾ ഇത് ഒരു സ്ഫിയറിൻ്റെ ഇക്വേഷനാണ്. ഇനി അടുത്തത് ലെറ്റ് ഇ ഡിനോട്ട് ദ റീജിയൻ ഇൻ ദ യു വി ഡബ്ല്യു സ്പേസ് ബൗണ്ടഡ് ബൈ ദ സ്ഫിയർ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇ എന്ന് പറയുന്നതാണ് ആ റീജിയൻ. നമുക്ക് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ഫിയർ കൊണ്ട് ബൗണ്ട് ചെയ്യുന്ന ആ റീജിയനാണ് ഇ. അപ്പോൾ ദെൻ ദ വോളിയം ഓഫ് ദ എലിപ്സോയിഡ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഇ ജക്കോബിയൻ യു വി ഡബ്ല്യു ഡി യു ഡി വി ഡി ഡബ്ല്യു. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ജക്കോബിയൻ എന്ന് പറയുന്നത് എന്താ? എ ബി സി ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഇ ഡി യു ഡി വി ഡി ഡബ്ല്യു. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഇ ഡി യു ഡി വി ഡി ഡബ്ല്യു. അപ്പോൾ നമ്മുടെ സ്ഫിയർ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. 3 കോർഡിനേറ്റ് ആക്സിസ് ആയതുകൊണ്ട് നമ്മുടെ സ്ഫിയർ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. അപ്പോൾ 8 പോർഷൻ ഉണ്ടാവും. ഓരോ പോർഷനിലും എന്ത് ചെയ്യുക? സെയിം വാല്യൂസ് ആയിരിക്കും വരിക, സെയിം വോളിയം ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ സിൻസ് ദ സ്ഫിയർ ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ഓൾ ദ 3 കോർഡിനേറ്റ് ആക്സിസ് ദ ഇൻ്റഗ്രൽ ഓഫ് എനി ഫംഗ്ഷൻ ഓവർ ദ സ്ഫിയർ ഈസ് ഈക്വൽ ടു 8 times its integral over the portion of the sphere in the first octant. In the first octant എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ u greater than 0, v greater than 0, w greater than 0. അപ്പോൾ ഈ ഫസ്റ്റ് ഒക്ടൻറ്റിൽ ഉള്ള അതേ പോർഷൻ തന്നെയായിരിക്കും ബാക്കി 8 പോർഷനുള്ള ബാക്കി 7 പോർഷനിലും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള ഭാഗത്തിൻ്റെ വോളിയം കാണാം, അതിന് ശേഷം 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ലെറ്റ് E1 ആണ് ആ പോർഷൻ്റെ വോളിയം എന്ന് വിചാരിക്കാം, സോറി പോർഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. ദ പ്രൊജക്ട് ലെറ്റ് E1 denote the portion of the sphere in the first octant. Then E1 is bounded by the sphere W equal to root of നമ്മൾ ഇതിൽ ഇക്വേഷനിൽ W കണ്ടുപിടിച്ചതാണ്. യു സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഈക്വൽ ടു 1ൽ നിന്ന് W കണ്ടുപിടിച്ചു. ബൈ ദ സർഫേസ് W ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആൻഡ് ബിലോ ബൈ ദ സർഫേസ് W 0 ആയിരിക്കും അല്ലേ, കാരണം നമ്മൾ ഫസ്റ്റ് ഒക്ടൻറ്റിലാണ് എടുത്തത്. W 0 ആണ്. അപ്പോൾ ദ പ്രൊജക്ഷൻ ഓഫ് E1 നമ്മൾ സാധാ വോളിയം കണ്ടുപിടിക്കുന്ന പോലെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ചെയ്തു നോക്കാം. അപ്പോൾ ദ പ്രൊജക്ഷൻ ഓഫ് E1 ഓൺ ദ യു വി പ്ലെയിൻ, E1ൻ്റെ പ്രൊജക്ഷൻ യു വി പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈസ് ദ റീജിയൻ R bounded by the quarter circle u square plus v square equal to 1 in the first octant. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക?
യു വി പ്ലെയിനിലെടുത്തു. യു വി പ്ലെയിനിലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ W 0 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനിൽ W 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? u² + v² = 1 കിട്ടും. അതാണ് അതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ therefore നമുക്ക് എന്ത് ചെയ്യാം? ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. therefore ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ E du dv dw = 8 × ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ E1 du dv dw. അപ്പോൾ ഇനി ഇത് വാലിഡേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 8 × ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R ഇൻ്റഗ്രൽ ഡബ്ല്യുവിൻ്റെ ലിമിറ്റ് കിട്ടി. അത് ഞാനിവിടെ എഴുതാം. 0 to √1 - u² - v² ആണ് അല്ലേ. ഡി ഡബ്ല്യു ഇവിടെ ഇൻ്റഗ്രൽ ആറിൻ്റെ ലിമിറ്റ് ഡി വി അല്ല ഡി യു ഡി വി. അത് ഏത് ഓർഡറിൽ എഴുതിയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഡി വി ഡി യു എഴുതാം. ഡി വി ഡി യു വിച്ച് ഈസ് ഈക്വൽ ടു 8 × ഇൻ്റഗ്രൽ ആർ. ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക. 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഡബ്ല്യു ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ √1 - u² - v² ഡി വി ഡി യു. പിന്നെ നമ്മൾ ഈ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ നോക്കാം. ഈ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇതിനെ നമ്മൾ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുകയാണ്. ടു ഇവാലുവേറ്റ് ദ ഡബിൾ ഇൻ്റഗ്രൽ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് this equation, the above equation, let us change it into polar integral. Let us substitute u = r cos theta and v = r sin theta. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ 1 - u² - v² റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? √1 - r² cos² theta -r² sin² theta. വാല്യൂ എടുത്തു കഴിഞ്ഞാൽ √1 - r² കോമൺ cos² theta + sin² theta 1 -r². അതുപോലെ ഡി വി ഡി യു എന്ന് പറയുന്നത് എന്താവും? ആർ ഡി ആർ ഡി തീറ്റ ആവും. ഇത്രയും ചേഞ്ച് ഇവിടെ ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഹിയർ ദ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ R കണ്ടുപിടിക്കണം അല്ലേ. ഹിയർ ദ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ R ഈസ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ബൗണ്ടഡ് ബൈ ദ ക്വാർട്ടർ സർക്കിൾ u² + v² = 1. അതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള പോർഷൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. റീജിയൻ എന്ന് പറയുന്നത് region of integration R is the region in the first quadrant bounded by the quarter circle u² + v² = 1. അപ്പോൾ അത് റീജിയൻ നമ്മൾ W എന്ന് പറഞ്ഞ കേസ് ഒഴിവാക്കി കളഞ്ഞു. ബാക്കി W എന്ന് പറയുന്നത് 0 ആണ് അല്ല. യു വി പ്ലെയിനിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ദ റീജിയൻ R is covered completely when R varies from ഇവിടെ പോളാറിലേക്ക് മാറ്റിയതുകൊണ്ട് റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് അല്ലേ. ഇത് റേഡിയസ് 1 ആയിട്ടുള്ളൊരു സർക്കിളാണ്. അപ്പോൾ ഇവിടെ R varies from 0 to 1 ആൻഡ് തീറ്റ varies from ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമാണ് 0 to π/2. അപ്പം ഇനി ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യലോ. therefore ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ E du dv dw = 8 × ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R √1 - u² - v² dv du which is equal to 8 × 0 to π/2 integral 0 to 1 √1 - r² r dr d theta. അപ്പോൾ ഇത് വാല്യൂറ്റ് ചെയ്യാൻ പോവാണ്. which is equal to 8 × integral 0 to π/2 √1 ഇത് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം. ആറിന് ഇതിൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ ഇൻ്റഗ്രലി വാല്യൂറ്റ് ചെയ്യാനായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. 1 - r² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക.
1 മൈനസ് ആർ സ്ക്വയറിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക, എക്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും. മൈനസ് 2r dr എന്ന് പറയുന്നത് dx കിട്ടും. അങ്ങനെ ഇത് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൻ്റെ വാല്യൂ ഏകദേശം കിട്ടുക 1/3 ആണ്. 1/3 ആണ് ഇതിൻ്റെ വാല്യൂ കിട്ടുക. 1/3 d തീറ്റ. ഇനി 1/3 ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 θ/3 0 to π/2. അപ്പോൾ π/2 കൊടുത്തു കഴിഞ്ഞാൽ 8 π/6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4 3. അപ്പോൾ 4 π/3 കിട്ടി. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഇ ഡി യു ഡി വി ഡി ഡബ്ല്യു എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1ൽ നിന്ന് വോളിയം ഓഫ് ദ എലിപ്സോയിഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മീൻസ് വോളിയം ഓഫ് ദ എലിപ്സോയിഡ് ഈക്വൽ ടു എ ബി സി ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഇ ഡി യു ഡി വി ഡി ഡബ്ല്യു ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എ ബി സി ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക 4 π/ABC/3. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്.